ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഹെൽത്തി റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ പയറ് മുളപ്പിച്ച് തോരൻ വെക്കുന്ന റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാനിവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് പയറ് വെള്ളത്തിലിടുക. അതിനുശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് ഊറ്റി വാരി ഒരു അരിപ്പയിൽ വെച്ചേക്കുക. അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അത് ചെറുതായിട്ട് മുളകൾ വന്ന് തുടങ്ങും. അത് നമ്മളൊരു ട്രെയിൽ എടുത്തിട്ട് അതിൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായി വെള്ളം നനച്ചു കൊടുക്കുക. അങ്ങ് ഒരു 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് മുളച്ച് കിട്ടും. 2 ഇല വരുന്നത് അതാണ് കറക്റ്റായിട്ട് അതിന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതേപോലെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, 2 ഇല വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ട്രെയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന്. നമുക്ക് വീട്ടിൽ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ തന്നെ ആണെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് വെച്ച് നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു രീതിയാണിത്. നല്ല ഹെൽത്തി ഡിഷാണിത്. ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. കഴുകേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല, കാരണം ഇതിനകത്ത് മണ്ണൊന്നും പറ്റുന്നില്ലല്ലോ. നമ്മൾ ആ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലിരുന്ന് കിളിച്ച് വരുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ഞാനിത് കഴുകി എടുത്തിട്ടൊന്നുമില്ല. അപ്പം അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എനിക്ക് കട്ട് ചെയ്യാൻ എളുപ്പം വെച്ചിട്ടാണ് ഞാൻ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പിച്ചാത്തി വെച്ചാൽ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇത് തോരനല്ലാതെ തന്നെ സലാഡ് പോലെ ഉണ്ടാക്കി, നമ്മൾ സലാഡിന് പച്ചക്കറി വരില്ല, അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാനിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4-5 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോരൻ ചതയ്ക്കുന്ന ഒരു പരുവല്ല, ആ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് ഫ്രൈ പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. അതിലേക്ക് 2 കൊച്ചുള്ളി അരിഞ്ഞതും കൂടി അതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം കറിവേപ്പില ഇട്ടു ഒന്ന് താളിച്ചെടുക്കുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പയറ് മുളച്ചതിൻ്റെതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച അരപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും തന്നെ വെക്കുന്നില്ല, കാരണം വേഗം തന്നെ വേവും. ഇലയായതുകൊണ്ട് വേഗം തന്നെ റെഡിയാവും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ കൂടെ തന്നെ നിൽക്കണം. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല. അപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഒരു ഹെൽത്തി ഡിഷാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ, സീ യു.